പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് ലോകം തന്നെ ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ പ്ലാസ്റ്റിക്കിനെ വളരെയധികം മനോഹരമായി പ്രതിരോധിച്ചുകൊണ്ട് വളരെയധികം മനോഹരമായി സംസ്കരിച്ചുകൊണ്ടാണ് മർക്കസ് നോളജ് സിറ്റി പ്രവർത്തിക്കുന്നത്. മർക്കസ് നോളജ് സിറ്റിയിൽ നടക്കുന്ന പ്ലാസ്റ്റിക് സംസ്കരണ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. മർക്കസ് നോളജ് സിറ്റിയിൽ ദിനേന ഒരുപാട് ആളുകൾ എത്താറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ പ്ലാസ്റ്റിക്കുകൾ സംസ്കരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? സഖാഫി മർക്കസ് നോളജ് സിറ്റി ഇതുവരെയായി ഇത് സ്ഥാപിക്കപ്പെട്ടത് തന്നെ പരിസ്ഥിതി സൗഹൃദ ഒരു നഗരമായിട്ടാണ്. അത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാവുക എന്ന ലക്ഷ്യത്തിലാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പ്ലാസ്റ്റിക് മാലിന്യരഹിതമായൊരു സിറ്റിയായിട്ടാണ് നമ്മളിതിൻ്റെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ടായി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുഴുവനും സമാഹരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഏജൻസിക്ക് കൈമാറുകയും അവരതിനെ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള വസ്തുവാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത്. ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഫ്രീ വേൾഡാണല്ലോ UN ലക്ഷ്യമാക്കുന്നത്. അതിലേക്ക് നോളജ് സിറ്റി അടുത്തൊരു സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത് നോളജ് സിറ്റിയുടെ പരിസരത്തുള്ള 40 ഗ്രാമങ്ങളെ സസ്റ്റൈനബിൾ ഗ്രാമങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു പദ്ധതി നാം നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ 40 ഗ്രാമങ്ങളെയും പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഫ്രീ ഗ്രാമങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പദ്ധതി. മർക്കസ് നോളജ് സിറ്റിയിൽ ദിനേന ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും വളരെ മനോഹരമായി പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ലാതെ തന്നെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നത് ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെയാണ്. ഇതിനുവേണ്ടി നിരവധി തൊഴിലാളികളെയും അതുപോലെ ബിന്നുകളും സ്ഥാപിക്കുന്നുണ്ട്. ഇതിനോടുള്ള ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇതിന് തൊഴിലാളികളില്ലാതെ തന്നെ ഓരോരുത്തരും സ്വയം മാലിന്യങ്ങളെ അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഡംപ് ചെയ്യുക, അവയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക എന്നുള്ള രീതിയാണ്. മറ്റൊന്ന്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് കൂടുതൽ നടത്തുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളും മറ്റുമൊന്നും പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ കുടിവെള്ളത്തിന് വേണ്ടി ബോട്ടിലുകൾ ഉപയോഗിക്കുന്നത് ഇല്ലാതാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ വാട്ടർ ബോട്ടിലുകൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയോ ഗ്ലാസിൻ്റെയോ മറ്റോ ബോട്ടിലുകൾ കൊണ്ടു നടക്കുക എന്നുള്ളൊരു ജീവിതത്തിലൊരു ശീലമാക്കി മാറ്റുക. മറ്റ് സ്ഥലങ്ങളിൽ പബ്ലിക് പ്രോഗ്രാമുകളിലും മറ്റും പരമാവധി ഈ വാട്ടർ ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപേക്ഷിക്കുക. വേറെയുള്ള മറ്റ് കാര്യങ്ങൾക്കെല്ലാം തന്നെ പരമാവധി അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഏതെങ്കിലും നിലക്കുണ്ടായിത്തീരുന്ന മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിക്കപ്പെടുക. അത് എല്ലാവരുടെയും ഒരു ബോധമായി മാറുകയും സ്വയം തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു സിറ്റി മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുന്നതോടൊപ്പം തന്നെ ഹരിതാപമാക്കാനുള്ള വലിയ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഈ സിറ്റിയിലെ ഓരോ മൂലകളെയും ഓരോ വഴിയോരങ്ങളെയും മനോഹരമാക്കുന്ന ബയോ ഫെൻസിങ് ഉൾപ്പെടെയുള്ള വലിയ മുന്നേറ്റങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. നോളജ് സിറ്റി ഹരിതാപമാക്കുക എന്നൊരു പ്രോസസ്സ് യഥാർത്ഥത്തിലില്ല. ഇത് ഓൾറെഡി ഫുൾ ഹരിതാപമാണ്. 50 ഇനം ബാംബൂസ് മർക്കസ് നോളജ് സിറ്റിയിൽ പ്ലാന്റ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ 200 ഔഷധച്ചെടികളുടെ ഉദ്യാനം ഇവിടെയുണ്ട്. അതുപോലെ കിട്ടാവുന്ന അത്രയും ഫ്രൂട്ട്സുകൾ ചേർത്തുള്ള ബിലാൽ സ്ക്വയർ പോലുള്ള നിരവധി ഫ്രൂട്ട് ഗാർഡനുകളുണ്ട്. മരങ്ങൾ, ഉയർന്ന മരങ്ങളും കൊച്ചു മരങ്ങളും ഒക്കെ തന്നെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ആവശ്യത്തിനല്ലാതെ മുറിക്കാതെ നിലനിർത്തി പോരുന്ന ഒരു രീതിയുണ്ട്. ഇനി കെട്ടിടങ്ങളും മറ്റും കൂടുതൽ ഗ്രീൻ വോളുകളാക്കി മാറ്റാനും അങ്ങനെയുള്ള ചില പദ്ധതികളെക്കുറിച്ചാണ് ഇനി കൂടുതൽ ആലോചിച്ചു വരുന്നത്. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 വളരെ ഉചിതമായ രീതിയിലാണ് മർക്കസ് നോളജ് സിറ്റി ആചരിക്കുന്നത്. മർക്കസ് നോളജ് സിറ്റി തുടങ്ങിയത് മുതൽ തന്നെ പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്ലാസ്റ്റിക് വിമുക്ത, അതുപോലെ മറ്റ് മാലിന്യ വിമുക്ത ഒരു നഗരമായിട്ടാണ് നമ്മളിതിനെ പരിപാലിച്ചു പോരുന്നത്. വളരെ ശാസ്ത്രീയമായി പ്ലാസ്റ്റിക്കുകൾ, മറ്റ് മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുകയും അത് വളരെ ശാസ്ത്രീയമായി തന്നെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതി തുടക്കം മുതലേ നമ്മൾ പുലർത്തിപ്പോരുന്നുണ്ട്. ഇവിടെ ദിനേന ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കാൻ വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു പൊതുബോധം, പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയരുത്, മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന രീതിയിൽ അവരെയൊക്കെ അവരുടെ ബോധത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ശേഖരിക്കുകയും നമ്മൾ ഈ സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലും ബിന്നുകൾ സ്ഥാപിച്ച് അത് ശേഖരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ഇവിടെ വരുന്ന ആളുകൾക്ക് ആവശ്യമായ ബോധനങ്ങൾ നൽകിക്കൊണ്ട് അതത് കൃത്യമായ സ്ഥലങ്ങളിൽ അത് നിക്ഷേപിക്കുകയും അത് ശേഖരിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് കൈമാറുകയും അവരത് സംസ്കരിച്ചുകൊണ്ട് വിവിധ
പ്രോഡക്റ്റുകളായി മറ്റു രൂപത്തിലേക്ക് അതിനെ മാറ്റുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ കാലങ്ങളായി അനുവർത്തിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മർക്കസ് നോളജ് സിറ്റി തീർത്തും ഒരു പ്ലാസ്റ്റിക് വിമുക്ത നഗരമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. UN വിഭാവനം ചെയ്യുന്ന വളരെ കൃത്യമായ രീതിയിലുള്ള ഹരിതാഭമായ ഒരു സിറ്റി, പ്ലാസ്റ്റിക് വിമുക്ത സിറ്റിയായി നമുക്ക് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ മർക്കസ് നോളജ് സിറ്റിയെ സാധിക്കുമെന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് മരം വെച്ച് പിടിപ്പിക്കലോ അതിനെ പരിപാലിക്കലോ മാത്രമല്ല, അതിലപ്പുറം പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന എല്ലാത്തിനെയും പ്രതിരോധിക്കുക എന്നുള്ളത് കൂടിയാണ്. മർക്കസ് നോളജ് സിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്.